ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ഫ്രണ്ട് സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ് കേട്ടോ. കട്ടിങ് ഇതുപോലെയാണ് വരുന്നത്. അതായത് നമ്മുടെ സെൻറ്റർ ടക്കിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ അവിടോട്ട് കൊടുക്കുന്ന ടക്കിൻ്റെ അവിടോട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ടക്ക് നമ്മൾ അടിക്കുന്നത് കേട്ടോ. സിമ്പിളാണ് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ കഴിഞ്ഞത് ഞാൻ ജസ്റ്റ് ഡിസൈൻ കൊടുക്കുന്നത്. നമ്മളിത് ബ്ലൗസ് കാണുന്ന വിധത്തിലിടുന്ന പോലെയുള്ള ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ബ്ലൗസ് തയ്ക്കും. കുറച്ച് തുറന്ന്, അതായത് നമ്മുടെ ബ്ലൗസ് കാണണം എന്നുള്ള പോലെ നമ്മൾ തയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് തയ്ക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇതിങ്ങനെ പോയിന്റ് ആയിട്ട് നിൽക്കുന്നതല്ല. നമ്മൾ പ്രിൻസ് കട്ടൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് ഭാഗം നമുക്ക് നല്ലൊരു എന്താ പറയുക, പൊങ്ങി ഇങ്ങനെ നിൽക്കാതെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ആ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു കട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിത് തയ്ക്കുന്ന എല്ലാ വിധവും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തയ്ക്കാൻ വേണ്ടി നമ്മൾ തുണിയിൽ ചെയ്യാൻ പറ്റില്ല. തുണിയിൽ ചെയ്താൽ നിങ്ങൾക്കത് ഒത്തിരി തുണി വേസ്റ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പേപ്പറിൽ ഇപ്പോൾ ഇങ്ങനത്തെ ആവണമെന്നില്ല, നിങ്ങൾ പത്ര പേപ്പറിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 36 സൈസിൻ്റെ അളവിലാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 13.5 അപ്പോൾ 13.5യുടെ കൂടെ ഞാനൊരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു 15.5 ഇറക്കം. അപ്പോൾ ഇത് ഓൾറെഡി 15 ഇറക്കത്തിലുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറക്കം മൊത്തത്തിൽ 15.5 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സാധാരണ അളക്കുന്നത് പോലെ നമ്മുടെ കഴുത്ത് വട്ടവും ഇതെല്ലാം നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് ഞാൻ കഴുത്തിൻ്റെ വട്ടം അളന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഷോൾഡർ ഒരു 5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. അത് എത്രയാണെങ്കിലും നിങ്ങളത് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പ് 2 ഇഞ്ച്, അങ്ങനെ 11 ഇഞ്ച് മൊത്തത്തിൽ ഉണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇറക്കത്തിലാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ 6.5 കൊടുക്കുകയാണെങ്കിൽ 1 ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലോട്ട് നമ്മൾ അളവെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 5 എടുത്തത് കൊണ്ട് ഇവിടോട്ട് നമ്മൾ താഴോട്ട് നമ്മൾ ആം ഹോളിന് വേണ്ടി നമ്മൾ 5 ഇഞ്ച് ഇവിടെ കൊടുക്കണം. പിന്നെ നമ്മുടെ വണ്ണം എത്രയാണോ അവിടെ നിന്ന് നമ്മൾ 5 ഇഞ്ച് കൊടുക്കണം. ഇത് നമുക്ക് തയ്യൽ തുകനുള്ളത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സ്ക്വയർ വരച്ച് കൊടുക്കാം. 2 സൈഡിലും നമുക്ക് ആം ഹോളിനും നമ്മുടെ കഴുത്തിനും നമുക്ക് സ്ക്വയർ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇതൊരു സ്ക്വയർ വരയ്ക്കാം. നമ്മൾ ആം ഹോളിനും സ്ക്വയർ വരച്ചു കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ 36 സൈസ് എടുക്കുമ്പോൾ നമ്മൾ /4 ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വണ്ണം 9 എന്ന് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. ആദ്യമായിട്ട് ആണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ട. 36 സൈസുള്ള ഒരാൾക്ക് 9 ഇഞ്ചാണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കൈയിൻ്റെ കുഴയാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ഇവിടെ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ ഷേപ്പ് നമുക്കിവിടെ വരച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് വരച്ചെടുക്കാം. ഇപ്പം കഴുത്ത് നമുക്കിതാ ഇങ്ങനെ ഞാൻ എടുത്തിട്ട് നമുക്കൊരു ആല പോലെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ താഴത്തെ ഷേപ്പിൻ്റെ ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഒരു 28 ആണെങ്കിൽ നമുക്കിവിടെ ഒരു 7 ഇഞ്ച് നമുക്ക് അളക്കാം. പിന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പ് എത്രയാണ്, 2 ഇഞ്ച് നമുക്കിവിടെ തയ്യൽ തുമ്പ് കൂടെ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അളന്നു എങ്കിലും ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ വരച്ച് കൊടുക്കണമെങ്കിൽ കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് വരച്ച് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഇതെല്ലാം അളന്നതിന് ശേഷം നമുക്ക് വണ്ണം നമുക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അവിടെ നിന്ന് താഴോട്ട് നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടക്കിൻ്റെ അളവ് നമ്മൾ നോക്കണം. നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ടക്കിൻ്റെ പോയിന്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഞാൻ ടക്ക് പോയിന്റ് ഒരു 10 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വരെ 10 ഇഞ്ച് വരും. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഇറക്കത്തിനേക്കാളും. ആ 2 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 13.5 ഇറക്കം. ആ 13.5 നമ്മളൊരു വര വരയ്ക്കുക. അതാണ് ശരിക്കും
പറയുന്നതാ ഇത് 13.5-യിലാണ് നിൽക്കുന്നത്. ഈ 13.5-യിൽ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം നമ്മളുടെ കട്ടിങ് ഇതൊക്കെ അടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ആ 2 ഇഞ്ച് നമുക്ക് ചെറുതായി പോവും. കറക്റ്റ് 13.5 ഇറക്കം കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വരച്ച് എടുക്കണം. അപ്പം മുകളിൽ നിന്ന് ഞാൻ ടെക് പോയിന്റ് 10 ഞാൻ എടുത്തിട്ടുണ്ട്. 10 ഞാൻ ടെക് പോയിന്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കണം. അപ്പം നമ്മളിവിടെ ഒരു 7 എങ്കിൽ നമുക്കിവിടെ ഒരു 3.5 നമുക്കിവിടെ ഡിഫറൻസ് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെയാണ് ഇതിൻ്റെ ടെക് പോയിന്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഒരു വര വരച്ചു കൊടുക്കാം. 3 ഇഞ്ച് ഇവിടെയും നമുക്കൊന്ന് വരയ്ക്കാം. 3 ഇവിടെയും ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ 2 അടയാളം കൊടുക്കും. ഇത് 3 പിന്നെ ഇത് 1/2 ഇഞ്ച് കൂട്ടി ഇത് 3.5 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ഒരു 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഒരു അടയാളം കൊടുക്കാം. 1 ഇഞ്ച് നമുക്കിവിടെ അടയാളം കൊടുക്കാം. നമുക്ക് ഈ 1 ഇഞ്ചിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിച്ച് പിടിക്കാം. ചെരിച്ച് പിടിക്കുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് ഇവിടെ വരുന്ന വിധത്തിൽ നമുക്ക് ഇതിനിവിടെ ഒരു വര വരച്ചു കൊടുക്കാം. ഇത് ഷേപ്പ് നമ്മുടെ പടിക്ക് വേണ്ടിയിട്ടുള്ള ഷേപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് ഇവിടെ നമുക്കൊരു വര വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നമ്മൾ 3.5 ഇഞ്ചില്ലേ ഇവിടെ ടെക് പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. ഇവിടെ ഞാനൊരു വര വരച്ചതിന് ശേഷം ഇത് ഞാൻ എത്രയിലാണ് എടുത്തിരിക്കുന്നത്? 3.5-ലാണ് ഞാൻ ഈ വര വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു 3.5-യിലോട്ട് ഇങ്ങനെ അടയാളം കൊടുക്കാം. ഇവിടെ അടയാളം കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇത് നമ്മളിങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് മുട്ടിച്ച് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഇവിടെ കിട്ടും? ഒരു 2.5 ഇഞ്ചിൽ ഇവിടെ ഒരു അടയാളം കൊടുക്കാം. ഇവിടെ ഒരു അടയാളം കൊടുക്കാം. ഇങ്ങനെ ഇത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 3.5 നമ്മൾ കിട്ടിയത്. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു 3.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ ഈ 3.5 നമ്മളിങ്ങനെ നേരെ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ നേരെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നമുക്ക് ടക്കിന് നമ്മൾ 2 എത്രയാണോ കൊടുക്കുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു 2.5 ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ അടയാളം നമുക്ക് എവിടെയാണോ വരുന്നെങ്കിൽ ആ അടയാളം നമ്മളിവിടെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എത്രയാണ് നമ്മൾ കൊടുത്തത്? 2.5 ഇഞ്ചാണ് നമ്മൾ ഈ ടക്കിൻ്റെ ഡിഫറൻസ് കൊടുത്തത്. ഇനി നമ്മൾ ഈ കോർണറിലുള്ള ടക്ക് എടുക്കണം. നമ്മളിങ്ങനെ പറയുമ്പോൾ തോന്നുന്നത് ഒരു ടഫായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കാം. ഈ ലൈൻ വരച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നേരെയല്ല വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഇവിടെ നമ്മളിങ്ങനെ ഡോട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നമ്മൾ കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ അതങ്ങനെ വരയ്ക്കണം. ഒരു റൗണ്ട് പോലെ നമുക്കിതിങ്ങനെ വരണം. ഇങ്ങനെ വരണം. കണ്ടോ? നമ്മളത് സ്ട്രെയിറ്റ് ആക്കരുത്. നമ്മളിതിങ്ങനെ ഇവിടെ നമ്മളൊരു വളച്ചെടുക്കുന്ന പോലെ നമ്മളിങ്ങനെ എടുക്കാം. അതിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ആ ഒരു ഇത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ ടക്കിൻ്റെ ഇതാണ്. ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ തൊട്ടുള്ള നമ്മൾ ടക്കിൻ്റെ ആ ഒരു വീതിയാണ് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ച് നമ്മൾ ഈ താഴെ മുട്ടിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ വരച്ചിട്ടില്ലേ, അവിടെ നമ്മളൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ എത്ര നമ്മൾ എടുത്തായിരുന്നു? ഇവിടെ നമ്മളൊരു 2 ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് നോക്കാം. ഇത് നമുക്കൊരു 2 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ 3-ലാണ് വരച്ചത്. അപ്പോൾ നമ്മൾ ഈ അടയാളം നോക്കാം. അപ്പോൾ ഇതൊരു 2 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇഞ്ച് നമ്മൾ കൊടുത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മുന്നോട്ട് നമുക്കിത് വരച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്ക് ഇവിടെ എത്രയാണ് നമുക്ക് എത്രയാണ് വേണ്ടത്? ഇവിടെ നമുക്ക് 7 ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതി. അപ്പം നമുക്കിത് ഇവിടെ നമ്മൾ നേരെ വരച്ചത് കൊണ്ട് എക്സ്ട്രാ ഉള്ളത് നമുക്ക് തയ്ച്ചു വരുമ്പോൾ നമുക്കിത്
അധികം ഉള്ളത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ഈ ഷേപ്പ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പടിയുടെ അളവാണ് ഇത്. ഈ പടിയുടെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ സൈഡിൽ ബാലൻസ് എത്രയുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെയെല്ലാം കറക്റ്റായിരിക്കും. ഇവിടെ വരുമ്പോൾ മാത്രം നിങ്ങൾക്കൊരു ഷേപ്പ് വരും. ഇതിൽ കറക്റ്റ് അളവെന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഈ 7ഉം 2 ഇഞ്ചും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ പടിയുടെ അളവ്. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ പടി നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാനിതിന് എന്ത് ചെയ്യണം, ഈ പടിയെ ഞാനങ്ങ് വെട്ടി മാറ്റാണ് കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങ് വെട്ടിയിട്ട് ഇതാ ഇങ്ങനെ വെട്ടി നമ്മൾ ഈ പടി എടുക്കാം. പടി നമുക്ക് എവിടം വരെയുണ്ട്, ഇവിടം വരെയാണ് നമ്മുടെ പടി വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പടി നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പടി വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരച്ചിരിക്കുന്ന ആ ഷേപ്പ് പ്രകാരം നമ്മൾ ഇതിനെ നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കഴുത്തൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കേട്ടോ. ഞാൻ പറയുന്ന ഓരോ ഇതും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. ഇവിടെ റൗണ്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം, നേരെ എടുക്കരുത്. നമ്മൾ ഇങ്ങനെ ഒരു ഞാൻ വരച്ച ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റ് നമ്മൾ കറക്റ്റ് നമ്മളിവിടെ ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കാം. ജോയിൻ ചെയ്യുമ്പോൾ ആ 2 പോയിൻറ്റും ഒരുപോലെ ഇരിക്കണം. അതിനാണ് കേട്ടോ. ഇവിടുത്തെ പോയിൻ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഭാഗമില്ലേ, ഇത് നമ്മൾ വെട്ടിക്കളയേണ്ടതാണ്. ഈ 2 ഞാൻ വീതി പറഞ്ഞില്ല, നമ്മൾ എടുത്ത് ഇതിങ്ങനെ കളയാം. ഇതിന് നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കപ്പാണ് നമുക്ക് ഈ ബ്ലൗസിന് കിട്ടുന്ന കപ്പ് കേട്ടോ. അതെ, ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ വെട്ടി 2 പീസായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് പടിയാണ് നമ്മുടെ ഇറക്കം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, കൂടുതലുണ്ടെങ്കിൽ നമ്മളതിന് ഇവിടെയല്ല, എവിടെയാണ് നമുക്ക് കൂടുതൽ വരുന്നതെങ്കിൽ അത് നമ്മളിങ്ങനെ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ ചെറുതാക്കി കൊടുക്കുക. ഞാൻ നിങ്ങളോട് ഓൾറെഡി പണ്ടേ പറയാറുണ്ട്, താഴെ വെക്കുന്ന പടി നമ്മൾ ഇറക്കം നോക്കിയിട്ട് വേണം. ബാക്ക് ഇതും കൂടെ ഒപ്പം വെച്ചിട്ട് ഫ്രണ്ട് ജോയിൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ പടിക്കിടെ വീതി വലുതാണെങ്കിൽ നമുക്ക് ഈ പടി ചെറുതാക്കിയിട്ട് വേണം നമ്മളിതിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഈ 3 പീസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനെ വേണം നമ്മൾ ലൈനിങ്ങിലോട്ട് നമ്മൾ വെച്ച് വെട്ടിയെടുക്കാൻ കേട്ടോ. അപ്പം നമുക്ക് ലൈനിങ്ങിലോട്ട് നമുക്കിതിങ്ങനെ വെച്ച് വെട്ടിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ലൈനിങ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അല്ല, ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെട്ടി എടുക്കാം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് വെട്ടിയെടുക്കാം. പിന്നെ ഇതിനെ നമുക്കൊന്ന് കുറച്ച് മാറ്റി നമുക്കിവിടെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ പടിയാണ്, അത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന അളവ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭാഗം വരില്ലേ, ഈ ഭാഗം വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്ക്കാനുള്ളത് നമ്മളിവിടെ കൂടുതൽ കൊടുക്കണം. മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമ്മൾ ലൈനിങ്ങിൽ വെട്ടരുത്, പേപ്പറിൽ വെട്ടിയെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതിന് നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. ഇത് മാത്രം, ഈ 2 ഭാഗം മാത്രം മതി. ബാക്കി ഭാഗങ്ങളൊന്നും തന്നെ അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ വെച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. ഞാനിത് വരച്ച് കൊടുക്കാം നമുക്ക് മൊത്തത്തിൽ. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിനും ഇവിടെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. കഴുത്ത് ഇങ്ങനത്തെ ബ്ലൗസിന് ഇങ്ങനെ ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, റൗണ്ട് വരയ്ക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇതന്നെ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനി പടിയാണ്. പടി ഞാനിവിടെ ഇങ്ങനെ കറക്റ്റ്
ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ നല്ല തുണിയിലും നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതെല്ലാം വെട്ടിയെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വെട്ടിയെടുത്ത പീസാണ് കേട്ടോ. എന്താ ഇനി നമുക്ക് ഇവിടെ ഓരോ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ ആ പോയിന്റ് നമ്മൾ കറക്റ്റ് അറിയണം. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഇതാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് നമ്മൾ ആ പോയിന്റ് നമ്മളിതാ ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ. അതെ, ഇങ്ങനെ വരയ്ക്കണം. രണ്ടിലും നമ്മൾ അത് എടുക്കണം. നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കരുത്. ഇവിടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ 2 തുമ്പും എപ്പോഴും ഒരുപോലെ വരണം. അതിനാണ് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തുമ്പത്തും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് തെറ്റാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ജോയിൻ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരും കേട്ടോ. മുകളിലോട്ടും താഴോട്ടും വന്ന വെട്ടിക്കളയാൻ, നടുക്കിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണിത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമായി. ഇപ്പോൾ നമുക്ക് ഈ പേപ്പർ നമുക്ക് മാറ്റാം. ഇതാണ്. ഇനി നമുക്കൊരു നല്ല തുണിയിലോട്ട് നമുക്കിതിനെ വെച്ച് വെട്ടാം. അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റ് തുണിയാണ്, അതിലോട്ട് ഞാനിത് വെച്ച് വെട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തുണിയിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. നല്ല തുണിയിൽ വെച്ചിട്ട് അത് നമ്മളിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തുണിയും കൂടെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 പീസാണ്. അപ്പോൾ ഇത് 2 പീസായിട്ട് നല്ല തുണിയും ലൈനിങ്ങും കൂടെ നമ്മൾ കൂട്ടിയടിക്കുക. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ കട്ടിംഗ് ആണ്, ഒരു കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മറച്ചാണ് ചെയ്യേണ്ടത്. ഒന്ന് വെച്ചടിച്ചിട്ട് നമ്മളിതിനെ തിരിച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതിൻ്റെ ഇങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇത് ഈ ഷേപ്പിലായിരിക്കും, ഈ ഷേപ്പിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിതിനെ പതിച്ചടിക്കുന്നത് അറിയത്തില്ലേ, അതുപോലെ നമ്മൾ പതിച്ചാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഉൾവശം നമ്മളൊന്ന് അടിച്ചിട്ട് നമുക്കിതിനെ മറച്ച് നമുക്ക് അടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ഒന്നും വേറെ പിടിപ്പിക്കേണ്ട കാര്യമില്ല. കഴുത്ത് വൃത്തിയായിട്ട് കിട്ടും ചെയ്യും. നമുക്ക് എന്തെങ്കിലും ലേസോ കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ വെക്കണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം ഇങ്ങനെയൊന്ന് അടിക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് സൈഡൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മളിതിനെ മറച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചിട്ട് കാണിക്കുന്നില്ല. പിന്നെ അത്രയും നമ്മളിതിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പീസാണ് നമുക്ക് പിന്നെ വരുന്നത്. അത് നമ്മൾ 2 സൈഡിലും നമുക്ക് ആ പീസ് വരും. ഇതുപോലെ വെച്ച് നമ്മൾ അടിക്കണം. വെച്ച് നമ്മൾ രണ്ടും നമ്മളിതുപോലെ തന്നെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ നമ്മളിങ്ങനെ വെച്ചടിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിത് രണ്ടും കൂട്ടി ഇവിടെ നിന്ന് നമ്മൾ ഇത് രണ്ടും ഇവിടെ വരെ കൊണ്ട് നിർത്തണം. അതും നമ്മൾ ഇവിടെ വരെ കൊണ്ട് നിർത്തണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഈ പതിച്ചടിക്കുന്ന പടി നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാനിന്ന് ഒന്ന് വെച്ചൊക്കെ ഒന്ന് അടിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി അടിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴുത്ത് നമ്മൾ പതിച്ച് അടിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്കിനി പൈപ്പിംഗ് വെക്കേണ്ടതിൽ നമുക്ക് ഇഷ്ടമുള്ള പൈപ്പിങ്ങോ അല്ലെങ്കിൽ നല്ല ലേസുകളോ ഒക്കെ നമുക്കിത് വെച്ചു. ഈ ഒരു ബ്ലൗസിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേസൊക്കെ വെച്ച് ഇതിനെ ഭംഗി ആക്കണം. ഇത് തയ്ച്ച് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതാണ് 2 സൈഡിലോട്ടുള്ളത്. ഈ 2 സൈഡിലോട്ടുള്ളത് നമ്മുടെ ഈ ടക്ക് നോക്കണം. ഈ ടക്കും നമ്മൾ നോക്കണം. ഈ 2 ടക്കും നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ മറച്ചടിക്കുകയാണ് ചെയ്യുന്നത്. മറച്ചടിച്ച് വരുമ്പോൾ ഇത് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിൽക്കും. ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിൽക്കും. അതിങ്ങനെ ഇങ്ങോട്ട് പോകും കേട്ടോ. ഇങ്ങനെ ഞാൻ ചൊളിച്ച് കാണിക്കുകയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ജോയിൻ്റ് ആയിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നിൽക്കും. അപ്പോൾ നമ്മുടെ ഇത് രണ്ടും ഇങ്ങനെ 2 പീസായിട്ടാണ് നിൽക്കുക. ഇത് രണ്ടും ഇങ്ങനെ മുട്ടിങ്ങനെ നിൽക്കും. ഇതുപോലെ ഇതിങ്ങനെ മുട്ടി നിൽക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പടിയെ ഞാൻ അടിച്ചിട്ടുണ്ട്. 2 സൈഡും അടിച്ചിട്ട് നമ്മൾ മറച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മളിതിവിടെ വെച്ചിട്ട് കണ്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ടക്കുകൾ നമ്മൾ ഈ ഭാഗമില്ലേ ഇതിനെ ഇങ്ങനെ മറച്ച് വെച്ച് നമ്മളിതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതിനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് അടിച്ചിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ടക്കടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതുപോലത്തെ ഈ ഷേപ്പിലാണ് നമുക്ക് ടക്കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇതുപോലെ നമ്മൾക്കിങ്ങനെ ഈ ഷേപ്പിലാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നത്. നല്ലപോലെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനൊന്നും ചെയ്യാനില്ലതാ, നമ്മുടെ ഈ പടിയെ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഈ പോയിന്റിലോട്ടൊന്ന് കയറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഇറക്കം നമ്മൾ നോക്കണം. നമ്മൾ ബാക്ക് പീസായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇറക്കം നോക്കിയിട്ട് വേണം നമുക്ക് പടി. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക്
ഇതിന് ചെറുതാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ സൈഡ് നമുക്ക് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പടിയെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ബ്ലൗസിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് 13.5 നമുക്ക് ബ്ലൗസിന് ഇറക്കം കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം, നമുക്ക് ആ ഒരു ഇറക്കം നമുക്കിതിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നമ്മൾ അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന തോന്നുന്നു, ഇതാ നമ്മുടെ ഇറക്കം കണ്ടോ, ഇതാണ് നമ്മുടെ ഇറക്കം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് തയ്ച്ച് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ ലേസാണ്. ആ ലേസ് ഞാൻ ഇതിൻ്റെ കഴുത്തിൽ പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. കഴുത്തിൽ നിന്ന് ഞാനിങ്ങനെ ഈ ഒരു ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്താണ്. എന്നിട്ട് നമുക്ക് ഇതുവഴി നമുക്ക് ഇവിടോട്ട് എടുക്കാം. അതുപോലെ ഇതിവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം നമുക്കിങ്ങനെ എടുക്കാം. നിങ്ങൾ പൈപ്പിംഗ് ഒക്കെ ഇതിൽ വെക്കുകയാണ്, നിങ്ങൾക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് ഭാഗത്തും നിങ്ങൾക്ക് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബിഗിനേഴ്സിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ജസ്റ്റ് ഒന്ന് ലേസ് വെച്ചും ഇതൊന്ന് അടിച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഡിസൈനൊക്കെ ആണെന്ന് വിചാരിക്കും, ഇത് എങ്ങനെ തയ്ക്കും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അത് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് സിമ്പിളാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പൈപ്പിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ടക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ ഒരു ഭാഗം ഞാനൊന്ന് പ്രസ് ചെയ്തായിരുന്നു, കനം കുറഞ്ഞ തുണിയല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ തുണി ഒന്ന് ഉരുകിപ്പോയായിരുന്നു കേട്ടോ. അതാണ് അവിടെ ആ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ സാരി ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈപ്പിന് ഇത് പറ്റില്ല കേട്ടോ. ലാച്ചയ്ക്ക് നമ്മൾ കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കാരണം നമ്മൾ ഈ ബ്ലൗസ് കാണുന്ന പോലെ തയ്ക്കുന്ന ബ്ലൗസിനാണ് ഇതുപോലെയൊക്കെ തയ്ച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒട്ടും തന്നെ ബുദ്ധിമുട്ട് ഇല്ലാത്തതാണ്. അപ്പോൾ എൻ്റെ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.